ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മാസും എനർജിയും തമ്മിലുള്ള റിലേഷൻ, എന്താണ് ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ, ആൻഡ് ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റിലേറ്റിവിസ്റ്റിക് കൈനറ്റിക് എനർജി, എക്സെട്ര. So, first you consider a particle of rest mass m0. എന്താണ് റെസ്റ്റ് മാസ് എന്ന് പറഞ്ഞാൽ? റെസ്റ്റ് മാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ അതിന് ഉണ്ടാവുന്ന മാസിനെയാണ് റെസ്റ്റ് മാസ് എന്ന് വിളിക്കുക. അതായത് ആ ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മാസ് ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ അതിനുണ്ടാവുന്ന മാസിനെയാണ് റെസ്റ്റ് മാസ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ റെസ്റ്റ് മാസ് m0 ആണെന്ന് വിചാരിക്കുക. ആ പാർട്ടിക്കിളിനെ ഡിസ്പ്ലേസ് ചെയ്തു ത്രൂ എ ഡിസ്റ്റൻസ് dx എന്നുള്ള ഒരു ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്തു ബൈ എ ഫോഴ്സ് എഫ് ഫോഴ്സ് കൊടുത്തിട്ട് ഇവിടെ m0 മാസ് ഉള്ള ഒരു ബോഡി ഉണ്ടായിരുന്നു. ആ ബോഡിയെ നിങ്ങൾ ഒരു dx ഡിസ്റ്റൻസ് മൂവ് ചെയ്യിച്ചു. എഫ് എന്നുള്ള ഫോഴ്സ് ആണ് നിങ്ങളിവിടെ എക്സർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബോഡി ഇനീഷ്യലി റെസ്റ്റിലാണ്. ആ ബോഡിക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിനൊരു മോഷൻ കിട്ടി, അതൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കവർ ചെയ്തു. വർക്ക് എനർജി തിയറം അനുസരിച്ച് നിങ്ങൾ ഈ ബോഡിയിൽ ചെയ്ത വർക്ക് ഡൺ ആണ് ഈ ബോഡിയുടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറും, അല്ലെ ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. കാരണം ആദ്യം ഈ ബോഡി റെസ്റ്റിലാണ്. ഈ ബോഡിയുടെ കൈനറ്റിക് എനർജി 0-ൽ നിന്നൊരു പർട്ടിക്കുലർ വാല്യൂവിലേക്ക് റൈസ് ചെയ്യും. ആ ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൽ ചെയ്ത വർക്ക് ഡൺ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇഫ് ദേ ആർ പാരലൽ, ഇല്ലെങ്കിൽ എഫ് ഡോട്ട് ഡി എന്നാണ്. ഇവിടെ ഞാൻ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് എടുത്തിരിക്കുന്നത്. സോ എഫ് ഡി എക്സ് എന്ന് എഴുതാം വർക്ക് ഡണ്ണിന്. ഈ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഡി ടി. ടി എന്നുള്ളത് ഞാൻ കൈനറ്റിക് എനർജി റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ്. ഇപ്പൊ ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. പക്ഷെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. എം എ എന്നല്ല, എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. പി ഈസ് മൊമെന്റം. എന്താണ് മൊമെന്റം എന്ന് പറയുന്നത്? മാസ് ഇൻറ്റു വെലോസിറ്റി. സോ ഡി ബൈ ഡി ടി ഓഫ് എം വി എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മുകളിൽ എഫിന്റെ സ്ഥാനത്ത്. ദർഫോർ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വി എഫിന്റെ സ്ഥാനത്ത് ഇൻറ്റു ഡി എക്സ് വർക്ക് ഡൺ. ഡി ടി ഈക്വൽ ടു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ദിസ് ഈസ് എം ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ, വി ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇവിടെ മാസ് നമ്മളൊരു വേരിയബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. മാസ് കോൺസ്റ്റന്റ് അല്ല, റിലേറ്റിവിസ്റ്റിക് ലിമിറ്റിൽ, അതായത് ലൈറ്റിന്റെ സ്പീഡിനോട് കമ്പയറബിൾ ആയിട്ടുള്ള സ്പീഡിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ കേസിൽ നിങ്ങൾക്ക് മാസിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എടുക്കും. ഇതിനെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എം വി ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡി എക്സ് പ്ലസ് രണ്ടാമത്തെ ടൈം വി ഡി എം ബൈ ഡി ടി ഇൻറ്റു ഡി എക്സ്. ഇനി ഞാനിവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഇതിനെ എം ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ഡി വി എന്ന് എഴുതി. രണ്ടാമത്തതും അതുപോലെ എം ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ഡി എം എന്ന് എഴുതി. ഓക്കെ, now what is dx by dt? dx എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, dt എന്ന് പറഞ്ഞ ടൈം ആണ്. സോ dx by dt എന്ന് പറഞ്ഞ വെലോസിറ്റി. എം വി ഡി വി എന്നാവും ആദ്യത്തെ ടൈം. രണ്ടാമത്തെ ടൈമിൽ വി പിന്നെ dx by dt ഒരു വിയും കൂടെ തരും. സോ വി ഇൻറ്റു വി വി സ്ക്വയർ ഡി എം എന്നാവും. അപ്പോൾ ഡി ടി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് എം വി ഡി വി പ്ലസ് വി സ്ക്വയർ ഡി എം എന്നായി. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും. ഇക്വേഷൻ നമ്പർ 1. Now we have this expression for relativistic mass, m equal to m0 divided by root of 1 minus v square by c square. ഇവിടെ m0 എന്ന് പറയുന്ന ബോഡിയുടെ റെസ്റ്റ് മാസും m എന്ന് പറയുന്ന ബോഡി v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോഴുള്ള മാസുമാണ്. ഓക്കെ, ഇത് നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംശയമുള്ളവരിത് കാണുക. m ഈക്വൽ ടു m0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. എം സ്ക്വയർ ഇസ് ഈക്വൽ ടു m0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ആ റൂട്ട് അങ്ങ് പോവും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എം സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു m0 സ്ക്വയർ. ബ്രാക്കറ്റ് ഇത് എൽ സി എം എടുക്കുക ഈ ബ്രാക്കറ്റിലുള്ള ടൈമിന്റെ. അപ്പോൾ സി സ്ക്വയർ ഇങ്ങോട്ട് വരും. സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് വരും. അതിലെ ആ സി സ്ക്വയർ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകും.
That becomes m square into c square minus v square equal to m0 square c square. Okay. Bracket open ചെയ്യാം. m square c square minus m square v square equal to m0 square c square. ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷ്യൽ എടുക്കുക രണ്ട് സൈഡിൽ. ഡിഫറൻഷ്യൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് എടുക്കുക. അപ്പോൾ ഇതിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നവരുടെ ചേഞ്ച് 0 ആയി പോകും. അപ്പോൾ ഇതിൽ കോൺസ്റ്റന്റ് ആയവരുടെ സിയും റെസ്റ്റ് മാസുമാണ്. ഒരു ബോഡിയുടെ റെസ്റ്റ് മാസ് വേരി ചെയ്യില്ല. മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് വേരിയബിൾ. റെസ്റ്റ് മാസ് ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ m0 കോൺസ്റ്റന്റ് ആണ്, സി കോൺസ്റ്റന്റ് ആണ്. ആദ്യത്തെ ടൈമിന്റെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ എം സ്ക്വയർ സി സ്ക്വയറിൽ സി സ്ക്വയർ കോൺസ്റ്റന്റ്, എം സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2m dm എന്നാണ്. 2m dm വിത്ത് റെസ്പെക്ട് ഏതാണെന്നില്ല, നമ്മൾ ഡിഫറൻഷ്യൽ ആണ് എടുക്കുന്നത്. സോ എം സ്ക്വയറിൻ്റെത് 2m into dm. അപ്പോൾ അത് ആദ്യം എഴുതി. അടുത്ത ടൈമിൽ എം സ്ക്വയർ വി സ്ക്വയർ രണ്ട് വേരിയബിൾസ് ആണ്. ആദ്യം ഞാൻ എം സ്ക്വയർ ഇൻറ്റു വി സ്ക്വയറിന്റെ 2v dv എന്ന് എഴുതുന്നു. പിന്നെ വി സ്ക്വയർ ഇൻറ്റു എം സ്ക്വയറിന്റെ 2m dm എന്ന് എഴുതുന്നു. അപ്പോൾ രണ്ട് ടൈം. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്, ഡിഫറൻഷ്യൽ 0 ആണ്. ഓക്കെ. നൗ ഇതിലുള്ള 2m വെട്ടിക്കളയുക. എല്ലാ ടൈമിലും 2m ഉണ്ട്. അപ്പോൾ 2m വെട്ടിക്കളയുക. ഇവിടെ ഒരു 2m, ഇവിടെ ഒരു 2m, ഇവിടെ ഒരു 2m. ബാക്കി ആദ്യത്തെ ടൈമിൽ സി സ്ക്വയർ ഡി എം. ഈ രണ്ട് നെഗറ്റീവ് ടൈം റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടെഴുതുക. ആദ്യത്തെ ടൈം വി സ്ക്വയർ ഡി എം വരും. ഈ ടൈം എന്ന് പറയുന്നത് എം വി ഡി വി എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2. ഈ 1 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡും രണ്ടാമത്തെ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആണ്. ഒന്നാമത്തെ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എം വി ഡി വി പ്ലസ് വി സ്ക്വയർ ഡി എം. രണ്ടാമത്തെ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എം വി ഡി വി പ്ലസ് വി സ്ക്വയർ ഡി എം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എനിക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഡി ടി ഈക്വൽ ടു സി സ്ക്വയർ ഡി എം എന്ന് എഴുതാം. ആദ്യത്തെ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡി ടി, രണ്ടാമത്തെ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സി സ്ക്വയർ ഡി എം ആണ്. അപ്പോൾ ഡി ടി ഈക്വൽ ടു സി സ്ക്വയർ ഡി എം എന്ന് എഴുതാം. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു തുടക്കം ഒരു എൻഡിങ് പോയിന്റും വേണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ വിചാരിക്കുന്നു ആ ബോഡി റെസ്റ്റിലിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അതിന്റെ മാസ് m0, അതിന്റെ കൈനറ്റിക് എനർജി 0. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന മാസ് m, കൈനറ്റിക് എനർജി ടി. ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഇന്റഗ്രലാണ് ചെയ്യുന്നത്. 0 to t dt ഈക്വൽ ടു m0 to m c square dm. ഇന്റഗ്രൽ dt t ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പർ ലിമിറ്റ് t, ലോവർ ലിമിറ്റ് 0. So you'll get t in the left hand side. റൈറ്റ് ഹാൻഡ് സൈഡിൽ സി സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ ഡി എം എം ആണ്. എമ്മിനെ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ലോവർ ലിമിറ്റ് m0, അപ്പർ ലിമിറ്റ് m. സോ m മൈനസ് m0. m മൈനസ് m0. Therefore t equal to ഡെൽറ്റ എം സി സ്ക്വയർ എന്ന് എഴുതാം. എന്താ ഡെൽറ്റ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിന് എത്ര ഇൻക്രീസ് വന്നു എന്നുള്ളതാണ്. റെസ്റ്റിലിരിക്കുമ്പോൾ ഉള്ള മാസ് m0യും ഇപ്പൊ മൂവ് ചെയ്യുമ്പോൾ ഉള്ള മാസ് m ആണ്. അപ്പൊ അതിന് എത്ര ഇൻക്രീസ് വന്നു? m മൈനസ് m0 ആണ് ഡെൽറ്റ എം. Kinetic energy is simply increase in mass multiplied with square of the velocity of light in vacuum. Then kinetic energy is equal to the increase in mass times the square of velocity of light in vacuum. Now Einstein defined rest mass of a body as m0 c square. Rest mass energy of a body as m0 c square. So total energy of the body is equal to rest mass energy plus kinetic energy. Therefore rest mass energy is m0 c square plus kinetic energy we already obtained as c square into m minus m0. ഇതിൽ m0 c square minus m0 c square വെട്ടിപ്പോയ ബാക്കി എന്ത് കിട്ടും? mc square. So total energy of a body is given by E equal to mc square, where m is the mass of the body, not rest mass. It is the total mass of the body. E equal to mc square. This is called Einstein's mass energy relation. If the body is at rest, this becomes m0 c square. Okay. Now we will look into two special cases. എന്താണ് ഒന്നാമത്തെ സ്പെഷ്യൽ കേസ്? നോൺ റിലേറ്റിവിസ്റ്റിക് കേസ്. നിങ്ങൾ സാധാരണയായിട്ട് പഠിച്ചിരുന്ന ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന ചെറിയ സ്പീഡുകളിൽ മൂവ് ചെയ്യുന്നത്. എന്താണ് നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് എന്ന് പറഞ്ഞാൽ? ബോഡിയുടെ വെലോസിറ്റി ലൈറ്റിന്റെ വെലോസിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ അതൊക്കെ നോൺ റിലേറ്റിവിസ്റ്റിക് കേസാണ്.
അപ്പോൾ v ലെസ് ദാൻ c ആണ് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് നോൺ റിലേറ്റിവിസ്റ്റിക് കേസ്. v വളരെ ചെറുതാണെങ്കിൽ നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താ ഇപ്പോൾ ഓൾറെഡി ഉള്ളത്? റിലേറ്റിവിസ്റ്റിക് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് t = m-m0c² ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് മാസ് ആണ്. m0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - v²/c². എമ്മിന്റെ സ്ഥാനത്ത് -m0. അപ്പൊ m0 പുറത്തെടുക്കാം. m0c² ഉണ്ട്. ആദ്യത്തെ ടൈം എന്താ? 1 റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഹോൾ റേസ്ഡ് ടു ഹാഫ് എന്നാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ ഹോൾ റേസ്ഡ് ടു ഹാഫ് എന്നാണ്. -1. m0c² പുറത്തുണ്ട്. ഈ ഹോൾ റേസ്ഡ് ടു ഹാഫ് മുകളിൽ പോകുമ്പോൾ എന്താവും? ഹോൾ റേസ്ഡ് ടു -1/2 ആവും. ഹോൾ റേസ്ഡ് ടു ഹാഫ് ഡിനോമിനേറ്ററിൽ ഉള്ളത് ന്യൂമറേറ്ററിൽ പോകുമ്പോൾ ഹോൾ റേസ്ഡ് ടു -1 ആവും. -1. ഇനി എന്താണ് ബൈനോമിയൽ എക്സ്പാൻഷൻ? Binomial expansion 1 plus x raised to n is 1 plus nx plus n into n minus 1 by 2x² plus etc. But if x is very small, you can terminate up to this term. ബാക്കിയുള്ള ടൈം ഒക്കെ ഒഴിവാക്കാം. നിങ്ങൾക്ക് ഈ ടൈം വരെ നിർത്തിയാൽ മതി. ഇപ്പോൾ 1 plus x raised to n ബൈനോമിയൽ എക്സ്പാൻഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ആ എക്സ്പാൻഷൻ ഇവിടെ കൊടുത്താൽ എന്നിന്റെ സ്ഥാനത്ത് -1/2, എക്സിന്റെ സ്ഥാനത്ത് -v²/c². സോ nx എന്ന് പറയുന്നത് +1/2 × v²/c² വരും. രണ്ട് മൈനസ് പോസിറ്റീവായിട്ട് മാറും. പ്ലസ് എക്സെട്ര ഈ അടുത്ത ടൈമുകളാണ്, ഞാനത് എഴുതുന്നില്ല. ആ ടൈമുകൾ പ്ലസ് എക്സെട്ര ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ ടൈമുകളാണ് ഇവിടെ വരും. ലാസ്റ്റ് ഇവിടെ ഒരു -1 ആണ്. ഈ ആദ്യത്തെ ഒന്നും ലാസ്റ്റത്തെ -1 ക്യാൻസൽ ആയിപ്പോ. ബാക്കിയുള്ളത് ആദ്യത്തെ ടൈം ½ v²/c² പ്ലസ് ഇവിടെ ഞാൻ o ഇട്ടിരിക്കുന്നത് ഓഫ് ദി ഓർഡർ ഓഫ്. അടുത്ത ടേമിന്റെ ഓർഡർ എന്താണ്? x² വരിക. എക്സ് തന്നെ v²/c² ആണ്. അപ്പൊ x² എന്ന് പറഞ്ഞാൽ v⁻⁴/c⁴. അടുത്ത ടൈം x³ വരിക. അത് v⁻⁶/c⁴ എന്നാ വരിക. സോ പ്ലസ് ടേംസ് ഓഫ് ദി ഓർഡർ v⁻⁴/c⁴ എന്നാണ് എഴുതിയിട്ടുള്ളത്. നോക്കുക, v വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് v⁻⁴ എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും. അതേസമയം c⁻⁴, c എത്ര? വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്രയാണ്? 3 × 10⁸. അതിന്റെ ⁻⁴ ചെയ്താൽ നമുക്ക് വളരെ ഹ്യൂജ് ക്വാണ്ടിറ്റി കിട്ടുക. അപ്പോൾ v⁻⁴/c⁴ നെഗ്ലക്ട് ചെയ്യുക. കമ്പയർഡ് ടു ദിസ് ടൈം v²/c². ഈ ടൈമിന് അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ c²ഉം c² വെട്ടിപ്പോയി കഴിഞ്ഞാൽ ½ mv² എന്ന് നിങ്ങൾ +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്ന കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് ആണ്. റിലേറ്റിവിസ്റ്റിക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഇതാണ്, m-m0c². നോൺ റിലേറ്റിവിസ്റ്റിക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ആണ് ½ m0v² എന്ന് പറയുന്നത്. ഓക്കെ, നൗ the second case is a relativistic limit, that is v tends to c. Okay, v c യോട് ടെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡിനോട് ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? v/c 1 ആവും. v/c 1 ആയി കഴിഞ്ഞാൽ ഇവിടെ 1 - 1 0 ആവും. സോ ദിസ് ബിക്കംസ് ഇൻഫിനിറ്റി. ടി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവും. ഈ ഇക്വേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഈ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ടി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവും. അതുപോലെ വെലോസിറ്റി എന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. മാസ് എമ്മിന്റെ അവിടെ ഡിനോമിനേറ്ററിൽ 0 വരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ മാസും കൈനറ്റിക് എനർജി ഇൻഫിനിറ്റി ആവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു പാർട്ടിക്കിളിന് അറ്റൈൻ ചെയ്യാവുന്ന മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അതിൽ കൂടിയ സ്പീഡിൽ ഒരു ബോഡിക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, now I will derive one more equation, relativistic energy and momentum. What is the relation between relativistic energy and momentum? Relativistic energy and momentum. Okay, നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള ഇക്വേഷൻ ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻ E = mc² ആൻഡ് P = mv. ഓക്കെ, അപ്പോൾ നമ്മൾ E² - p²/c² ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? E² - p²/c², mc² - mv²/c². So E² - p²/c² = m²c⁴ - m²v²/c².
ഇവിടെ നമ്മൾ റിലേറ്റിവിസ്റ്റിക് മാസിന്റെ എക്സ്പ്രഷൻ കൊടുത്താൽ m0² ഡിവൈഡഡ് ബൈ 1 മൈനസ് v² ബൈ c² c റേസ്ഡ് ടു 4 മൈനസ് m0² 1 മൈനസ് v² ബൈ c² v² c². ഓക്കെ, കാരണം റിലേറ്റിവിസ്റ്റിക് മാസ് എന്താണ്? m ഈക്വൽ ടു m0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് v² ബൈ c². ഇതിനകത്തുനിന്ന് എനിക്ക് m0² c റേസ്ഡ് ടു 4 പുറത്തെടുക്കാം. ആദ്യത്തെ ടൈമിൽ 1 ബൈ 1 മൈനസ് v² ബൈ c². രണ്ടാമത്തെ ടൈമിൽ ഒരു c² അടിയിൽ ചേർക്കണം, കാരണം ഇവിടെ പുറത്തെടുക്കാൻ c² ഉള്ളൂ. പുറത്തെടുത്തത് c റേസ്ഡ് ടു 4 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു ബൈ c² ചേർക്കണം. 1 മൈനസ് v² ബൈ c². ഇപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്, കോമൺ ആയിട്ട് എടുക്കും. ന്യൂമറേറ്റർ അത് തന്നെയാണ്. സോ ദാറ്റ് ബിക്കംസ് m0² c റേസ്ഡ് ടു 4. m0² c റേസ്ഡ് ടു 4. ഇപ്പൊ എനിക്ക് എഴുതാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് e² ഈക്വൽ ടു p² c² പ്ലസ് m0² c റേസ്ഡ് ടു 4. e² ഈക്വൽ ടു p² c² plus m0² c raised to 4. Here p is relativistic momentum, e is relativistic energy, m0 is rest mass, c is velocity of light. Okay, ഇതാണ് relation between relativistic energy and momentum.